UAEയിൽ കനത്ത മഴ, ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പും അബുദാബി പോലീസും ദുബായ് പോലീസും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം തുടരുന്നതിനാൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വേഗത മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ ആയിരിക്കും. ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ട്. അറേബ്യൻ ഗൾഫിൽ നേരിയതോ മിതമായതോ ആയ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. അബുദാബിയിൽ ബുധനാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തീരപ്രദേശങ്ങളിലും സമീപ ദ്വീപുകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അല്ലൈനിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് പ്രധാനമായും മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച മുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാനും ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ എത്താം. ബുധനാഴ്ചയും മഴ തുടരും. കാറ്റ് ശക്തമാവുകയും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്യും. ഡിസംബർ 16 ചൊവ്വാഴ്ച മുതൽ 19 വെള്ളിയാഴ്ച വരെ മേഖലയിൽ തണുത്ത കാറ്റോടുകൂടിയ ന്യൂനമർദ്ദം ശക്തമാകാൻ സാധ്യതയുണ്ട്. സൗദിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശവും നൽകി. നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയാണ് രാജ്യത്തുടനീളം ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ പോകരുതെന്ന് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച വരെ രാജ്യത്തുടനീളം ഇടിമിന്നലോടുകൂടിയ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ അരുവികളും താഴ്വരകളും കൂടിച്ചേർന്ന പ്രദേശങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയിൽ കുളിക്കുക, നീന്തുക ഇവയൊന്നും പാടില്ല. വിവിധ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഔദ്യോഗികമായി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. മിതമായതോ കനത്തതോ ആയ ഇടിമിന്നലുണ്ടാകും. അപ്രതീക്ഷിത വെള്ളപ്പൊക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. ആലിപ്പഴ വർഷവും പൊടിപടലങ്ങൾ ഇളക്കിവിടുന്ന സജീവമായ കാറ്റും ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിയാദ്, ഖാസിം, ഖായിൽ, മദീന, മക്ക, അൽബഹ, അസീർ, ജിസാൻ, കിഴക്കൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വടക്കൻ അതിർത്തികൾ അൽജൌഫ്, തബൂക്ക് എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ കനത്ത മഴയും കാറ്റും പ്രതീക്ഷിക്കുന്നതായി NCM പറഞ്ഞു. വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളും താഴ്വരകൾ പോലുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നത് ഡിസംബർ 18 വരെ ഒഴിവാക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു.